Hello. ആ ഒരു ഗ്രൂപ്പ് ഡിയുടെ എക്സാംസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. പലർക്ക് പല ഷിഫ്റ്റുകളായിട്ട് എക്സാംസ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് പേർക്ക് എക്സാംസ് കഴിയുകയും ചെയ്തു. അപ്പൊ ആദ്യത്തെ ദിവസങ്ങളിൽ ഓഗസ്റ്റ് 3-4 ദിവസങ്ങളിൽ നടന്ന എക്സാമുമായിട്ട് ബന്ധപ്പെട്ട അതിന്റെ അനാലിസിസും മറ്റ് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആ ഒരു ഗ്രൂപ്പ് ഡിയുടെ സയൻസിന്റെ സ്പെസിഫിക്കലി സയൻസ് സബ്ജക്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവസാന നിമിഷം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ഒരു 40ഓളം ക്വസ്റ്റ്യൻസ് ഞാൻ ഇന്ന് കമ്പയർ ചെയ്തിരുന്നത് ചോദിച്ച ചോദ്യങ്ങളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളും ബേസ് ചെയ്ത് ഈ വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം വരുന്നുണ്ടെങ്കിൽ അത് യൂസ്ഫുൾ ആയത് തന്നെ ചെയ്യും. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് ഡി പരീക്ഷ ഓഗസ്റ്റ് 3-4 ദിവസങ്ങളിൽ ചോദിച്ച സയൻസുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഇന്നത്തെ അനാലിസിസ് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ പ്രത്യേകിച്ച് ഈ സയൻസിന്റെ ഒരു അനാലിസിസ് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കുന്നത് പ്രോബ്ലംസ് ഒക്കെ തീരെ കുറവാണ്. തീർച്ചയായിട്ടും നമ്മൾ പ്രോബ്ലംസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് പ്രോബ്ലംസ് ഗ്രൂപ്പ് ഡി പരീക്ഷകൾക്ക് പണ്ടും ചോദിക്കാറുണ്ടായിരുന്നു. പക്ഷെ പ്രോബ്ലംസ് അധികം ഇപ്രാവശ്യത്തെ ആദ്യത്തെ ഷിഫ്റ്റുകളിലൊന്നും കാണുന്നില്ല. പ്രോബ്ലംസ് തീരെ കുറവാണ്. കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് കൂടുതലും വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും ചില ആൾക്കാരെ സംബന്ധിച്ച് ചിലപ്പം ബയോളജിയിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു. ആദ്യത്തെ ഷിഫ്റ്റിലൊക്കെ എഴുതിയ ആൾക്കാർ പറഞ്ഞു ബയോളജിയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഫിസിക്സിൽ നിന്ന് ലിമിറ്റഡ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചേർന്ന് വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സബ്ജക്റ്റിൽ നിന്ന് കൂടുതൽ വരും എന്നൊന്നും നമുക്ക് എക്സ്പെക്ട് ചെയ്യാനോ പറയാനോ പറ്റില്ല. ഷിഫ്റ്റ് വേരി ചെയ്യുന്നതനുസരിച്ച് ആദ്യത്തെ ഷിഫ്റ്റുകളിൽ അങ്ങനെ ചോദിച്ചു എന്ന് വെച്ച് ഇനിയുള്ള ഷിഫ്റ്റുകളിൽ അങ്ങനെ തന്നെ ഫോളോ ചെയ്യണം നിർബന്ധമില്ല. മാറി തിരിഞ്ഞൊക്കെ വരാം. എനിവേ പ്രോബ്ലംസ് ആദ്യത്തെ ഷിഫ്റ്റുകളിലൊന്നും കാര്യമായിട്ട് കണ്ടില്ല. പിന്നെ കണ്ട ഒരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഡേ കഴിഞ്ഞ് സെക്കൻഡ് ഡേയിലേക്ക് വന്നപ്പോൾ ആദ്യത്തെ ദിവസം ചോദിച്ച ചോദ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ അടുത്ത ഷിഫ്റ്റുകളിൽ ചോദിച്ചു. അതുമായിട്ട് ബന്ധപ്പെട്ട അതർ പോയിന്റ്സ് ചോദിച്ചു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് എക്സാംസിന് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് എക്സാമിന് പോകുന്നത് തീർച്ചയായിട്ടും നല്ലതാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ ദിവസങ്ങളിൽ ചോദിച്ച ചോദ്യങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട അനാലിസിസും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ചോദ്യങ്ങളും വെച്ചിട്ട് നമ്മുടെ സെഷൻ പോകുന്നത്. അപ്പൊ എല്ലാവരും റെഡി ആണെന്ന് കരുതുന്നു. അപ്പൊ നിങ്ങൾ എക്സാംസ് എഴുതി കഴിഞ്ഞ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്തപ്പോൾ കണ്ട അതർ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. ഓക്കെ, ഇനി ആദ്യം തന്നെ ഇതിന്റെ ഒരു അനാലിസിസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കേണ്ടത് ബയോളജിയിൽ നിന്ന് കെമിസ്ട്രിയിൽ നിന്ന് ഫിസിക്സിൽ നിന്നും ഒക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പൊ 3 ഏരിയയിൽ നിന്നും വന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ഏരിയാസ് ആദ്യം നമുക്ക് നോക്കി പോകാം. അതിനുശേഷം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. അതിനുശേഷം ക്വസ്റ്റ്യൻസിലേക്ക് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പൊ ബയോളജി ഡെൻഡ്രൈറ്റ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ ഹ്യൂമൻ ഹേർട്ടിൽ നിന്നുള്ള ചോദ്യങ്ങൾ, അതുപോലെ ഓക്സിജൻ ബ്ലഡുമായിട്ട് ബന്ധപ്പെട്ട ഓക്സിജൻ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പാരന്റൈമായിട്ട് ബന്ധപ്പെട്ടുണ്ടായിരുന്നു. ഇന്റർ കാലറി മെരിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ട്രോഫിക് ലെവലുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യം ഉണ്ടായിരുന്നു. ഫുഡ് വെബുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, ബയോ മാഗ്നിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്. സ്ഥിരമായിട്ടും എക്സാംസിന് വരുന്ന അതേ ടോപ്പിക്സ് തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഈ വന്ന ഫസ്റ്റ് 2 ഡേയ്സിൽ ഉണ്ടായിരുന്നു. ഇനി കെമിസ്ട്രി നോക്കിക്കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡ് ടേൺസ് ലൈം വാട്ടർ മിൽക്കി എന്നൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഇങ്ങനെ ഒരു പോയിന്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു. എത്തനോളുമായിട്ട് ബന്ധപ്പെട്ട്, എത്തനോളിന്റെ കെമിക്കൽ ഫോർമുല അല്ല, എത്തനോളുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. റസ്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട്, റസ്റ്റിംഗ് ഏത് പ്രോസസ് ആണ്, ഏത് തരത്തിലുള്ള ഓക്സിഡേഷൻ ആണോ റിഡക്ഷൻ ആണോ എന്ന തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ ഗാൽവനൈസേഷന്റെ ക്വസ്റ്റ്യൻ, സസ്പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഓസോണുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം. അതുപോലെ CFC ക്ലോറോ ഫ്ലോറോ കാർബണുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഡീകമ്പോസിഷൻ റിയാക്ഷന്റെ എക്സാമ്പിളുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ ഫിസിക്സിൽ നിന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫിസിക്സ് മാഗ്നിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻ, മാഗ്നിഫിക്കേഷൻ ലെൻസസും മിറേഴ്സും ചാപ്റ്ററിൽ വരുന്ന മാഗ്നിഫിക്കേഷന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ സൗണ്ട് വേവ്സിന്റെ ചോദ്യം ഉണ്ടായിരുന്നു. SI യൂണിറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. SI യൂണിറ്റ് ഓഫ് കറണ്ട്, SI യൂണിറ്റ് ഓഫ് വർക്ക് ആൻഡ് എനർജി. അതുപോലെ കൈനറ്റിക് എനർജിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ സ്ലോപ്പ് ഓഫ് എ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബ്ലൂ കളർ ഓഫ് സ്കൈയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, റെയിൻബോ ഫോർമേഷനുമായിട്ട് ബന്ധപ്പെട്ട്, ഡിസ്പ്ലേസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്. ഇതാണ് ഈ വരുന്ന ദിവസങ്ങളിൽ ചോദിച്ച ആദ്യത്തെ 2 ദിവസങ്ങൾ ഒബ്സർവ് ചെയ്ത ചോദിച്ച ചോദ്യങ്ങൾ. അപ്പൊ ഇതിനകത്ത് പലതും ഒരു മെയിൻ ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ചോദിച്ച ചോദ്യത്തിന്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് സെക്കൻഡ് ഡേയിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പ്രിപ്പയർ ചെയ്ത് ഇനി എക്സാം എഴുതുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇത് നമ്മൾ ഒബ്സർവ് ചെയ്ത് റിലേറ്റഡ് കാര്യങ്ങൾ പഠിച്ചിട്ട് പോകുന്നത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ചോദ്യം, വിച്ച് ഗ്യാസ് ഇസ് പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ദ ഗ്രീൻ ഹൗസ് എഫക്ട്? ഗ്രീൻ ഹൗസ് എഫക്റ്റിന് പ്രൈമർലി റെസ്പോൺസിബിൾ ആയിരിക്കുന്ന ഗ്യാസ് ഏതാണെന്നാണ് ചോദ്യം. ഏതാണ് റൈറ്റ് ആൻസർ? കാർബൺ ഡൈ ഓക്സൈഡ്, CO2. പ്രൈമർലി ഗ്രീൻ ഹൗസ് എഫക്റ്റുമായിട്ട് ബന്ധപ്പെട്ട
ഗ്യാസിന്റെ കാര്യം ചോദിച്ചാൽ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയാം. ഇതിനകത്ത് എല്ലാ ക്വസ്റ്റ്യൻസും അതുപോലെ ചോദിച്ചതല്ല, പക്ഷെ അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസിന്റെ പോയിന്റ് ആണ്. മെമ്മറി ബേസ് ചെയ്ത് ആളുകൾ പറഞ്ഞ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ പറഞ്ഞ ചോദ്യങ്ങളെ നമ്മൾ റീസ്ട്രക്ചർ ചെയ്തിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇനി CO2 ബന്ധപ്പെട്ട് CO2 എവിടെയൊക്കെയാണ് CO2ന്റെ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാ പറയാൻ പറ്റും? ഒന്ന് റെസ്പിറേഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ CO2ന്റെ കാര്യം പറയാറുണ്ട്, അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് റെസ്പിറേഷൻ പ്രോസസ്സിൽ CO2 റിലീസ് ചെയ്യാറുണ്ട്. അതുപോലെ ഫ്യൂവൽസ് ബേൺ ചെയ്യുമ്പോൾ CO2 റിലീസ് ചെയ്യാറുണ്ട്. അതുപോലെ ഓർഗാനിക് മാറ്റേഴ്സ്, ഓർഗാനിക് സബ്സ്റ്റൻസുകൾ ഡീകമ്പോസ് ചെയ്യുമ്പോൾ റിലീസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണെന്ന് വെച്ചാൽ അത് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയാൻ പറ്റും. ഇനി മേജർ ആയിട്ടുള്ള ഗ്രീൻ ഹൗസ് ഗ്യാസുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കാർബൺ ഡൈ ഓക്സൈഡ് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ പറയാൻ പറ്റുന്നതാണ് മീഥൈൻ, ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എക്സാമ്പിൾ ആണ് മീഥൈൻ. അതുപോലെ നൈട്രസ് ഓക്സൈഡ് N2O നൈട്രസ് ഓക്സൈഡ് ഗ്രീൻ ഹൗസ് ഗ്യാസ് ആണ്. അതുപോലെ വാട്ടർ വേപ്പർ ഗ്രീൻ ഹൗസ് എഫക്ട് ഉണ്ടാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് വാട്ടർ വേപ്പർ. അതുപോലെ CFCs ക്ലോറോ ഫ്ലൂറോ കാർബൺസ്, ഇതൊക്കെ ഗ്രീൻ ഹൗസ് ഗ്യാസുകളുടെ എക്സാമ്പിൾ ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ആ ഒരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം കാർബൺ ഡൈ ഓക്സൈഡുമായിട്ട് ബന്ധപ്പെട്ടതാണ് അടുത്തൊരു ചോദ്യം. കാർബൺ ഡൈ ഓക്സൈഡ് ടേൺസ് ലൈം വാട്ടർ ഇൻടു, ലൈം വാട്ടറിനെ കാർബൺ ഡൈ ഓക്സൈഡ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെമിസ്ട്രിയിൽ വരുന്ന റിയാക്ഷൻ ആണ് അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് ലൈം വാട്ടറിനെ എന്തായിട്ട് കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ്. എന്താണ് കൺവേർട്ട് ചെയ്യും എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്താണ്, ബ്ലൂ ആണോ, മിൽക്കി ആണോ, റെഡ് ആണോ, ഗ്രീൻ ആണോ? പഠിച്ചിട്ടുള്ളതായിരിക്കും മിൽക്കി. നമ്മൾ അങ്ങനെ തന്നെ പഠിക്കാറുണ്ട് അല്ലെ. ലൈം വാട്ടർ ടേൺസ്, കാർബൺ ഡൈ ഓക്സൈഡ് ടേൺസ് ലൈം വാട്ടർ ഇൻടു മിൽക്കി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ലൈം വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? കാർബൺ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് CaOH ട്വൈസിന്റെ സൊല്യൂഷൻ ആണ് എന്ന് പറയുന്നത് നമ്മൾ ലൈം വാട്ടർ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, എപ്പോഴും ചോദിക്കാറുള്ളതാണ്. അതുകൊണ്ട് ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോളുക. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. മൂന്നാമത്തെ ചോദ്യം, റസ്റ്റിംഗ് ഓഫ് അയൺ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് റസ്റ്റിംഗ് ഓഫ് അയൺ. തുരുമ്പെടുക്കുക അല്ലെ. അയൺ തുരുമ്പെടുക്കുന്നത് കെമിക്കലി എന്ത് പ്രോസസ് ആണെന്നാണ് ചോദിക്കുന്നത്. കെമിക്കലി റസ്റ്റിംഗ് ഓഫ് അയൺ എന്ത് പ്രോസസ് ആണ്? റൈറ്റ് ആൻസർ എന്താണ്? ഓക്സിഡേഷൻ പ്രോസസ് ആണ് കേട്ടോ. ഓക്സിഡേഷൻ പ്രോസസ് ആണ് റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത്. ഓക്സിഡേഷൻ പ്രോസസ് ആണ്. അതായത് അയണിനകത്ത് റസ്റ്റ് വരുന്നു എന്ന് പറയുമ്പോഴത്തേന് എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ കെമിക്കലി നമ്മൾ റസ്റ്റിനെ എങ്ങനെയാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ Fe2O3 XH2 ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡിനെയാണ് നമ്മൾ റസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഓക്സിഡേഷൻ പ്രോസസ് ആണ്. ഓക്സിജൻ ആഡ് ചെയ്യുന്ന ഓക്സിഡേഷൻ പ്രോസസ് ആയതുകൊണ്ടാണ് നമ്മൾ അതിനെ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അപ്പം ഓക്സിഡേഷൻ പ്രോസസ്സുകൾ, റിഡക്ഷൻ പ്രോസസ്സുകൾ, ഇതെല്ലാം നമുക്ക് പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഓക്സിഡേഷൻ പോലെ തന്നെ അടുത്തൊരു പ്രോസസ് ആണ് റിഡക്ഷൻ പ്രോസസ്. ഓക്സിഡേഷനും റിഡക്ഷനും രണ്ട് പ്രോസസ്സുകൾ. ഓക്സിഡേഷൻ പ്രോസസ്സും ഉണ്ട്, റിഡക്ഷൻ പ്രോസസ്സും ഉണ്ട്. ഓക്സിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിംപ്ലി പല ഡെഫിനിഷൻസ് ഉണ്ട്. ഓക്സിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജനെ ആഡ് ചെയ്യുന്ന പ്രോസസ് ആണ്. ഓക്സിജനെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഓക്സിഡേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് റിഡക്ഷൻ പ്രോസസ് ഉണ്ട്. റിഡക്ഷൻ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? റിഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജനെ ആഡ് ചെയ്യുന്ന പ്രോസസ് എന്ന് വേണമെങ്കിൽ പറയാം. ഹൈഡ്രജനെ ആഡ് ചെയ്യുന്ന പ്രോസസ് ആണ് റിഡക്ഷൻ. അല്ലെങ്കിൽ ഈ ഓക്സിഡേഷനെ തന്നെ നമുക്ക് പറയാൻ പറ്റും ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സും ഹൈഡ്രജനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ്സും ഓക്സിഡേഷൻ ആണ്. അതുപോലെ ഓക്സിജനെ റിമൂവ് ചെയ്യുന്ന പ്രോസസ് എന്താണ്? റിഡക്ഷൻ ആണ്. ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡെഫിനിഷൻസ് ഓരോന്നിനും ഉണ്ട്. നാലാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, അഡീഷൻ ഓഫ് ഓക്സിജൻ. ഉത്തരം അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഉത്തരങ്ങൾ കമന്റ് ആയിട്ട് പറയാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാവുന്ന അതർ ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സും ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവും. അഡീഷൻ ഓഫ് ഓക്സിജൻ ടു എ സബ്സ്റ്റൻസ് ഇസ് കോൾഡ്. ഞാൻ ഇപ്പൊ പറഞ്ഞതാണ് അല്ലെ. ഇപ്പൊ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അഡീഷൻ ഓഫ് ഓക്സിജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരെന്താണ്? ഓക്സിഡേഷൻ ആണ്. അഡീഷൻ ഓഫ് ഓക്സിജൻ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് ഓക്സിഡേഷൻ. ഇവിടെ അതിന്റെ ഡെഫിനിഷൻസ് എല്ലാം ഞാൻ പറഞ്ഞു. ഇനി ഇതുപോലെ തന്നെ ഓക്സിഡേഷനും റിഡക്ഷനും ചേർന്ന് നടക്കുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡോക്സ് റിയാക്ഷൻ. ഓക്സിഡേഷനും സംഭവിക്കും, അതിന്റെ കൂടെ തന്നെ റിഡക്ഷനും സംഭവിക്കും. ഇതാണ് ഓക്സിഡേഷൻ, റിഡക്ഷൻ, റിഡോക്സ് റിയാക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
അഞ്ചാമത്തെ ചോദ്യം എത്തനോളുമായിട്ട് ബന്ധപ്പെട്ട മോളിക്കുലാർ ഫോർമുല ഓഫ് എത്തനോൾ. എത്തനോളിന്റെ മോളിക്കുലാർ ഫോർമുല, എത്തനോൾ ആൽക്കഹോൾ ആണ് അല്ലെ, ഒരു ആൽക്കഹോളിന്റെ എക്സാമ്പിൾ ആണ് എത്തനോൾ എന്ന് പറയുന്നത്. എത്തനോളിന്റെ മെത്തനോൾ ഉണ്ട്, എത്തനോൾ ഉണ്ട്, പ്രൊപ്പനോൾ ഉണ്ട്, ബ്യൂട്ടനോൾ ഉണ്ട്, ഇങ്ങനെ പലതും നമ്മൾ പറയും. അപ്പൊ എത്തനോൾ എന്ന് പറഞ്ഞാൽ അതിന്റെ അതർ നെയിമാണ് ഈത്തൈൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാലും സെയിം തന്നെ കേട്ടോ. ഈത്തൈൽ ആൽക്കഹോൾ, എത്തനോൾ അല്ലെങ്കിൽ ഈത്തൈൽ ആൽക്കഹോൾ. മെത്തനോൾ എന്ന് പറഞ്ഞാൽ CH3OH ആണ് മെത്തനോൾ ഒരു കാർബൺ, അതാണ് മെത്തനോൾ. എത്തനോൾ എന്ന് പറഞ്ഞാൽ C2H5OH, ഇതാണ് എത്തനോള്. ഓക്കെ, അപ്പൊ എത്തനോളും തെറ്റിപ്പോകരുത്. അപ്പൊ മെത്തനോള് CH3OH നെയാണ് മെത്തനോൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. എത്തനോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എത്തനോൾ എന്ന് പറഞ്ഞാൽ C2H5OH. എത്തനോളിന് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, പ്രത്യേകിച്ചും ഡ്രിങ്കിങ് പർപ്പസിനൊക്കെ യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്തനോൾ ആണ് ഡ്രിങ്കിങ് പർപ്പസിന് യൂസ് ചെയ്യുന്നത്. ഇത് ഒരു കളർലെസ് ആയിട്ടുള്ള ലിക്വിഡ് ആണ് കേട്ടോ. അതും കൂടെ ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഓർത്ത് വെക്കുക. കളർലെസ് ആയിട്ടുള്ള ലിക്വിഡ് ആണ്, കളർലെസ് ലിക്വിഡ് വിത്ത് സ്പെസിഫിക് ആയിട്ട് ഒരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള സ്മെല്ല് ഉള്ള ഒരു കളർലെസ് ആയിട്ടുള്ള ഒരു ലിക്വിഡ് ആണ് എത്തനോൾ എന്ന് പറയുന്നത്. ഇനി എത്തനോളിന്റെ ഉപയോഗങ്ങൾ എവിടെയൊക്കെയാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്? പലതരത്തിലുള്ള ആപ്ലിക്കേഷൻസ് എത്തനോളിനുണ്ട്. ഒന്ന് സോൾവെന്റ് ആയിട്ട്, പലയിടത്തും സോൾവെന്റ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്, ആന്റിസെപ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഫ്യൂവൽ അഡിക്റ്റീവ് നമുക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, ഇപ്പൊ റീസെന്റ് ആയിട്ട് ന്യൂസിലൊക്കെ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന കാര്യമാണ് അല്ലെ, ഫ്യൂവൽ ആഡ് ചെയ്യുന്ന അതർ അഡിക്റ്റീവ്സുമായിട്ട് ബന്ധപ്പെട്ട ഫ്യൂവൽ അഡിക്റ്റീവ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് എത്തനോൾ. ഓക്കെ, അപ്പൊ എത്തനോളുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് നമ്മളിപ്പോ പറഞ്ഞത്. ഇനി അടുത്തത്, എത്തനോൾ ബിലോങ്സ് ടു വിച്ച് ക്ലാസ് ഓഫ് കോമ്പൗണ്ട്സ്? ഏത് ക്ലാസ് ആണ്? നമ്മൾ പറഞ്ഞത് എത്തനോൾ എന്ന് പറയുന്ന ആൽക്കഹോൾ ഗ്രൂപ്പിൽ വരുന്നത് അല്ലെ. OH വരികയാണെങ്കിൽ അതിനെ നമ്മൾ ആൽക്കഹോൾ ഗ്രൂപ്പ് എന്നാണ് പറയുന്നത്. ആൽക്കഹോൾ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓയിൽ എന്ന് പറഞ്ഞ് എൻഡ് ചെയ്യുന്നതിനെല്ലാം നമ്മൾ ആൽക്കഹോൾ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ്, ആൽക്കഹോൾ ഗ്രൂപ്പ് ആണ് എത്തനോൾ വരുന്നത്. ക്ലിയർ ആണല്ലോ? എത്തനോൾ ആൽക്കഹോൾ ഗ്രൂപ്പിലാണ് വരുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ മാഗ്നിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട, ഇത് ഫിസിക്സിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമാണ്. മാഗ്നിഫിക്കേഷൻ ഇസ് ദ റേഷ്യോ ഓഫ് ഡാഷ്. ഇത് ലെൻസസ് ആൻഡ് മിറേഴ്സിനകത്ത് വരുന്ന ചോദ്യമാണ്. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ മാഗ്നിഫിക്കേഷനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒബ്ജക്റ്റ് ഹൈറ്റ് ബൈ ഇമേജ് ഹൈറ്റ് ആണോ? ഇമേജ് ഹൈറ്റ് ബൈ ഒബ്ജക്റ്റ് ഹൈറ്റ് ആണോ? ഇമേജ് ഡിസ്റ്റൻസ് ബൈ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആണോ? ഏതാണ് ശരി ഉത്തരം? കറക്റ്റ് ആയിട്ട് നമ്മൾ മാഗ്നിഫിക്കേഷനെ ഡിഫൈൻ ചെയ്യുന്നത് മാഗ്നിഫിക്കേഷൻ ഈസ് ഈക്വൽ ടു ഹൈറ്റ് ഓഫ് ഇമേജ് ഡിവൈഡഡ് ബൈ height of object. Height of image divided by height of object നെയാണ് നമ്മൾ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് 1 സെന്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 1 സെന്റിമീറ്റർ ആണെന്ന് കരുതുക. അതിന്റെ ഇമേജ് വന്നപ്പോൾ 2 സെന്റിമീറ്റർ ആയി, ഇരട്ടിയായി എന്ന് പറയാം ഇമേജ് വന്നപ്പോൾ. അങ്ങനെയാണെങ്കിൽ എന്ത് പറയാൻ പറ്റും? നമ്മൾ ഹൈറ്റ് ഓഫ് ഇമേജ് എന്ന ഭാഗത്ത് നമ്മൾ 2 കൊടുക്കും, ഹൈറ്റ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ താഴെ 1 കൊടുക്കും. അപ്പൊ എത്ര വരും? 2 ഇരട്ടിയായി അല്ലെ. അതായത് 1 സെന്റിമീറ്റർ ഉള്ള ഒബ്ജക്റ്റ് അതിന്റെ ഇരട്ടി 2 സെന്റിമീറ്റർ ആയപ്പോൾ മാഗ്നിഫിക്കേഷൻ അപ്പൊ 2 ആണെന്ന് പറയാം. അപ്പൊ മാഗ്നിഫിക്കേഷൻ 1ൽ കൂടുതലാണെങ്കിൽ, n-ന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എൻലാർജ്ഡ് ഇമേജ് ആണ് എന്ന് പറയും. ഇത് നോട്ട് ചെയ്ത് വെച്ചോളുക. മാഗ്നിഫിക്കേഷൻ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ എൻലാർജ്ഡ് ഇമേജ് ആണ്. മാഗ്നിഫിക്കേഷൻ ലെസ് ദാൻ 1 ആണെങ്കിൽ എൻലാർജ്ഡ് അല്ല, പകരം എന്താണ്? ചെറുതായതാണ്, എൻലാർജ് ആയിട്ടില്ല, അത് ചെറുതായ ഇമേജ് ആണ് കേട്ടോ. ഈ ഒരു കാര്യം കൂടി എല്ലാവരും ഓർക്കുക. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ ഇമേജ് വലുതായിരിക്കും. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ലെസ് ദാൻ 1 ആണെങ്കിൽ ഇമേജ് ചെറുതായിരിക്കും എന്നുള്ള കാര്യങ്ങൾ ഓർക്കുക. ഓക്കെ, ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. ലെസ് ദാൻ 1 ആണെങ്കിൽ ഡിമിനിഷ്ഡ് ഇമേജ് ആയിരിക്കും. ഇനി m ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ, m-ന്റെ വാല്യൂ 1 ആണെങ്കിൽ എന്താ? ഇമേജ് വലുതായിട്ടും ഇല്ല ചെറുതായിട്ടും ഇല്ല, സെയിം സൈസ് ആയിരിക്കും. ഇമേജിന്റെയും ഒബ്ജക്റ്റിന്റെയും സൈസ് സെയിം ആയിരിക്കും. ഇനി 8ാമത്തെ ചോദ്യം, മാഗ്നിഫിക്കേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ എ പ്ലെയിൻ മിറർ. പ്ലെയിൻ മിററിൽ ഉണ്ടാക്കുന്ന മാഗ്നിഫിക്കേഷൻ, നമ്മൾ വീടിന്റെ കണ്ണാടിയൊക്കെ നോക്കുന്നു എന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ അത് എന്ത് മിററാണ്? പ്ലെയിൻ മിററാണ് നോക്കുന്നത്. അപ്പൊ പ്ലെയിൻ മിററിന്റെ മാഗ്നിഫിക്കേഷൻ എത്രയാണ്? 0 ആണോ 1 ആണോ 2 ആണോ? എത്രയാണ്? m is equal to 1. 1 ആണ്. അതായത് നമ്മൾ കണ്ണാടിയിൽ പ്ലെയിൻ മിററിൽ നോക്കുമ്പോൾ നമ്മൾ അതേ സൈസിലുള്ള ഇമേജ് അല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 ആണ്, യാതൊരു സംശയവും വേണ്ട. ഇനി പ്ലെയിൻ മിറർ എന്ത് തരത്തിലുള്ള ഇമേജ് ആണ് ഫോം ചെയ്യിക്കുന്നതെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. പ്ലെയിൻ മിററിൽ എന്ത് തരത്തിലുള്ള, റിയൽ ഇമേജ് ആണോ, വിർച്വൽ ഇമേജ് ആണോ, ഇൻവേർട്ടഡ് ഇമേജ് ആണോ, ഇറക്റ്റ് ഇമേജ് ആണോ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് അതും കൂടെ പഠിച്ചു നോക്കുക. റിയൽ ഇമേജ് ഓൾവേസ് ഫോം വിർച്വൽ ആൻഡ് ഇറക്റ്റ്.
വിർച്വൽ ആൻഡ് ഇറക്റ്റ് ഇമേജ്. വിർച്വൽ ഇമേജ് ആയിരിക്കും, ഇറക്റ്റ് ഇമേജ് ആയിരിക്കും നമ്മുടെ പ്ലെയിൻ മിറർ ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ ലാറ്ററലി ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും കേട്ടോ. ലാറ്ററലി ഇൻവേർട്ടഡ്. ഈ 3 പോയിന്റുകൾ കൃത്യമായിട്ട് നിങ്ങൾ പ്ലെയിൻ മിററുമായിട്ട് ബന്ധപ്പെട്ട് പിടിക്കുക. വിർച്വൽ ഇമേജ് ആയിരിക്കും, ഇറക്റ്റ് ഇമേജ് ആയിരിക്കും, ലാറ്ററലി ഇൻവേർട്ടഡ് ആയിരിക്കും. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 ആയിരിക്കും. മാഗ്നിഫിക്കേഷന്റെ വാല്യൂ 1 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ പ്ലെയിൻ മിററുമായിട്ട് ബന്ധപ്പെട്ട് അറ്റ്ലീസ്റ്റ് നമ്മൾ പഠിച്ചു വെക്കണം. ഇനി 9 നെർവസ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഇലക്ട്രിക്കൽ സിഗ്നൽസ് passes from the cell body to the next neuron through. ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇലക്ട്രിക്കൽ സിഗ്നൽസുമായിട്ട് ബന്ധപ്പെട്ട് സെൽ ബോഡിയിൽ നിന്ന്, ഹ്യൂമൻ ബോഡി സെൽ ബോഡിയിൽ നിന്ന് ഇലക്ട്രിക്കൽ സിഗ്നൽസ് സെൽ ബോഡി ടു ദ നെക്സ്റ്റ് ന്യൂറോൺ ത്രൂ എവിടെ, ഏത് വഴിയാണ്, ഏത് പാർട്ട് വഴിയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചത്. ഉത്തരം ആക്സോൺസ് വഴിയാണ്. ഓപ്ഷൻ ബി ആണ്, ആക്സോൺ വഴിയാണ് പാസ് ചെയ്യുന്നത്. ഇനി ന്യൂറോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ന്യൂറോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. അപ്പൊ നെർവസ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് എന്ന് പറയുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ന്യൂറോൺ ആണ്. ന്യൂറോൺ ഇസ് ദ സ്ട്രക്ചറൽ ആൻഡ് ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് നെർവസ് സിസ്റ്റം. ഓക്കെ, ഇനി ഡെൻഡ്രൈറ്റ്സ് പറയുന്നത് എന്താ? ഡെൻഡ്രൈറ്റ്സിന്റെ പ്രത്യേകത എന്താ? ഡെൻഡ്രൈറ്റ്സ് ആണ് ഇമ്പൾസുകളെ റിസീവ് ചെയ്യുന്നത്. ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡെൻഡ്രൈറ്റ്സ് ആണ് ഇമ്പൾസുകളെ റിസീവ് ചെയ്യുന്നത്. ഇനി അതുപോലെ ഈ രണ്ട് ന്യൂറോൺസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടേമാണ്. രണ്ട് ന്യൂറോൺസിന്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. സ്പേസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ഗ്യാപ്പ് ബിറ്റ്വീൻ 2 ന്യൂറോൺസ് ഈസ് കോൾഡ്. എന്താണ് അതിനെ അറിയപ്പെടുന്ന പേര് എന്ന് ചോദിച്ചാൽ അതിനെ വിളിക്കുന്ന പേരാണ് സിനാപ്സ്. സിനാപ്സ് എന്നാണ് വിളിക്കുന്നത്. സ്പേസ് ബിറ്റ്വീൻ 2 ന്യൂറോൺസ്, രണ്ട് ന്യൂറോൺസ്, കുറെ ന്യൂറോൺസ് ചേർന്നാണ് ഇത് സിഗ്നൽസിനെ പാസ് ചെയ്യുന്നത് നമുക്കറിയാം. അങ്ങനെ രണ്ട് ന്യൂറോൺസിന്റെ ഇടയിൽ വരുന്ന സ്പേസിനെ വിളിക്കുന്ന പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനാപ്സ് എന്നാണ്. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യം, ഡെൻഡ്രൈറ്റ്സ് മെയിൻലി ഹെൽപ്പിംഗ്. എന്തിനാണ് ഡെൻഡ്രൈറ്റ്സ് മെയിൻ ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്? ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. റിസീവിംഗ് നെർവ് ഇമ്പൾസസ്, ഞാൻ ഇവിടെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ആ ഇമ്പൾസുകളെ റിസീവ് ചെയ്യാനാണ് ഡെൻഡ്രൈറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നത്. ഇലക്ട്രിക്കൽ സിഗ്നൽസ് പാസസ് ഫ്രം ദ സെൽ ബോഡി ടു ദ നെക്സ്റ്റ് ന്യൂറോൺ. പാസ് ചെയ്യുന്നത് ആക്സോൺ വഴിയാണ്. ഇലക്ട്രിക്കൽ നെർവ് ഇമ്പൾസുകളെ റിസീവ് ചെയ്യുന്നത് ഡെൻഡ്രൈറ്റ്സ് ആണ്. രണ്ട് തെറ്റിപ്പോകാതെ ഓർത്ത് വെച്ചോളുക. അടുത്തത് ഹേർട്ടുമായിട്ട് ബന്ധപ്പെട്ട 11ാമത്തെ ചോദ്യമാണ്. ഹേർട്ടുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ആണ്. ഹ്യൂമൻ ഹേർട്ട് പമ്പ്സ് ബ്ലഡ് ത്രൂ. ഏത് വഴിയാണ് ഹ്യൂമൻ ഹെർട്ട് ബ്ലഡ് പമ്പ് ചെയ്യുന്നത്? ത്രൂ ഏതാണ്? ആർട്ടറീസ്, വെയിന്, കാപ്പിലറീസ്, ലിംഫ്. ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ എ, ആർട്ടറീസ് ആണ്. ഹ്യൂമൻ ഹെർട്ട് പമ്പ്സ് ബ്ലഡ് ത്രൂ ആർട്ടറീസ്. ഓക്കെ, ആർട്ടറീസ് ഹെർട്ടിൽ നിന്ന് ഉള്ള ബ്ലഡിനെ ക്യാരി ചെയ്യുന്നത്, അവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? ആർട്ടറീസ് ആണ്. ആർട്ടറീസ് carries blood away from heart. എന്ന് നമുക്ക് പറയാം. ഹേർട്ടിൽ നിന്ന് ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് ആർട്ടറീസ് ആണ് അല്ലെ. വെയിൻസിന്റെ ജോലി എന്താ? വെയിൻസ് ആണെങ്കിൽ ബ്ലഡ് എവിടേക്ക് കൊണ്ടുവരും? തിരിച്ച് വെയിൻസ് ആണ് ബ്ലഡ് ടുവേർഡ്സ് ഹേർട്ട് കൊണ്ടുവരുന്നത്. ഹേർട്ടിലേക്ക് കൊണ്ടുവരുന്നത് വെയിൻസ് ആണ്. ഈ വ്യത്യാസം ഓർത്ത് വെച്ചോളാം. ക്യാരീസ് ബ്ലഡ് അവേ ഫ്രം ഹേർട്ടിൽ നിന്ന് കൊണ്ടുപോകുന്നത് ആർട്ടറീസും, ഹേർട്ടിലേക്ക് കൊണ്ടുപോകുന്നത് ആരാണ്? വെയിൻസ് ആണ്. ഓക്കെ, അടുത്ത 12, ഹ്യൂമൻ ഹേർട്ട് ഹാസ്. എത്ര ചേംബർ ആണ് ഹ്യൂമൻ ഹേർട്ടിനുള്ളതെന്ന്? എത്ര ചേംബർ ആണ് എല്ലാവർക്കും അറിയാം? 4 ചേംബേഴ്സ് ആണ് അല്ലെ. 4 ചേംബേർഡ് ഹേർട്ട് എന്നാണ് നമ്മൾ പറയുന്നത്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം, 4 ചേംബേർഡ് ഹേർട്ട്. 13ാമത്തെ ചോദ്യം, ഒരു ഡീകമ്പോസിഷൻ റിയാക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഹീറ്റിംഗ് കാൽഷ്യം കാർബണേറ്റ് CaCO3. കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്താൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് ചോദ്യം. കാൽഷ്യം കാർബണേറ്റിനെ ഹീറ്റ് ചെയ്ത CaCO3 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. ആ CaCO3 ഹീറ്റ് ചെയ്താൽ എന്തൊക്കെ കിട്ടും? കാൽഷ്യം ഓക്സൈഡ് പ്ലസ് കാർബൺ ഡയോക്സൈഡ്. ഈ റിയാക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, അറിയാത്തവർ നോട്ട് ചെയ്ത് വെച്ചോളാം. കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡുമായിട്ടാണ് സ്പ്ലിറ്റ് ആയി ഡീകമ്പോസ് ചെയ്യുന്നതെന്ന് പറയാം. കാൽഷ്യം ഓക്സൈഡ് ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ഇത് നോട്ട് ചെയ്ത് വെച്ചാൽ ഇതൊരു തെർമൽ ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ ഡീകമ്പോസ് ചെയ്യുന്നതാണ്. ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ A എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റിനെ ഡീകമ്പോസ് ചെയ്ത് B+C ആക്കുന്ന ഈ തരത്തിൽ വരുന്ന റിയാക്ഷനുകളെ വിളിക്കുന്ന പേരാണ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ. ടൈപ്സ് ഓഫ് റിയാക്ഷൻസ് ഒക്കെ നമുക്ക് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളതാണ്. ടൈപ്സ് ഓഫ് റിയാക്ഷൻ. ഇതിനകത്ത് കാൽഷ്യം ഓക്സൈഡിനെ വിളിക്കുന്ന പേരെന്താ? കാൽഷ്യം ഓക്സൈഡിനെ അറിയപ്പെടുന്ന പേരാണ് എന്ത് പേരാണ്? ക്വിക്ക് ലൈം.
ക്വിക്ക് ലൈം CaO കാൽഷ്യം ഓക്സൈഡ് ആണ് ക്വിക്ക് ലൈം എന്നറിയപ്പെടുന്നത്. ഇനി ക്വിക്ക് ലൈം എന്തുമായിട്ട് റിയാക്ട് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞ ക്വിക്ക് ലൈം CaO വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യും. റിയാക്ട് ചെയ്തിട്ട് എന്തുണ്ടാവും? കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകും. ഈ റിയാക്ഷനും ഓർത്ത് വെക്കുന്നതല്ല. CaOH ട്വൈസ് കാൽഷ്യം ഓക്സൈഡ്, ഇവിടെ പറയാം കാൽഷ്യം ഓക്സൈഡ് H2O ആയിട്ട് റിയാക്ട് ചെയ്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാവും. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരാണ് സ്ലേക്കഡ് ലൈം. കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെ സ്ലേക്കഡ് ലൈം എന്ന് നമ്മൾ വിളിക്കും. സ്ലേക്കഡ് ലൈം എന്ന് നമ്മൾ വിളിക്കും. ഇത് രണ്ടും ഓർക്കുക, ക്വിക്ക് ലൈമും സ്ലേക്കഡ് ലൈമും കൂടെ പറഞ്ഞു. അത് 14ാമത്തെ ചോദ്യം, ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ്. വാട്ടറിന്റെ ഇലക്ട്രോളിസിസ് എന്തിന് എക്സാമ്പിൾ ആണ് എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ നമ്മൾ ഡീകമ്പോസിഷൻ റിയാക്ഷൻ തന്നെയാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ H2O എന്തുമായി? ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നത്. ഒരു ഒബ്ജക്റ്റ് ഡീകമ്പോസ് ചെയ്ത് രണ്ട് പ്രോഡക്റ്റ് ആയി. ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ എന്ന് വെച്ചാൽ H2 O2 ആയിട്ട് മാറുന്നതിനെയാണ് നമ്മൾ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഇലക്ട്രോളിസിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാം. പ്ലാന്റ് ടിഷ്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ബയോളജി എന്നുള്ള ചോദ്യമാണ്. ചോദ്യം പാരൻകൈമ ടിഷ്യൂമായിട്ട് ബന്ധപ്പെട്ടാണ്. പാരൻകൈമ ടിഷ്യൂ മെയിൻലി ഹെൽപ്സ് ഇൻ, മെയിൻ ആയിട്ടുള്ള പാരൻകൈമ ടിഷ്യൂവിന്റെ ധർമ്മം എന്താണ്? എന്താണ് അതിന്റെ ഒരു യൂസ് എന്നാണ് ചോദ്യം. ഉത്തരം ഫുഡ് സ്റ്റോറേജ്. പാരൻകൈമ ടിഷ്യൂസ് എന്ന് പറയുന്നത് എന്താണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഉപയോഗം ചോദിച്ചാൽ ഫുഡ് സ്റ്റോറേജ് ആണ് മെയിൻ ആയിട്ടുള്ള യൂസ്. ഇതൊരു സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആണ് കേട്ടോ. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആണ്. സിമ്പിൾ പെർമനന്റ് ടിഷ്യൂ ആണ്. ഓക്കെ, അപ്പൊ ഈ നമ്മുടെ സെല്ലുമായിട്ട് ബന്ധപ്പെട്ട് കുറെ ചോദ്യങ്ങൾ സ്ഥിരമായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് സെല്ല് റിലേറ്റഡ് ആയിട്ടുള്ളത് നന്നായിട്ട് നോക്കാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. 16ാമത്തെ ചോദ്യം, ഇന്റർ കാലറി മെരിസ്റ്റം, അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, ഈസ് കോമൺലി ഫൗണ്ട് ഇൻ. ഇന്റർ കാലറി മെരിസ്റ്റം എന്തിനാണ് മെയിൻ ആയിട്ട് കാണുന്നത്? മാംഗോ ആണോ, ഗ്രാസ് ആണോ, നീം ആണോ, റോസ് ആണോ എന്ന് ചോദിച്ചു. റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഗ്രാസിലാണ് ഇന്റർ കാലറി മെരിസ്റ്റം കാണുന്നത്. ഇന്റർ കാലറി മെരിസ്റ്റം എന്ന് പറയുന്നത് ലീവ്സിന്റെ ബേസ് ഓഫ് ദ ലീവ്സിന്റെ ബേസസില് അല്ലെങ്കിൽ ഇന്റർ നോട്ട്സിലാണ് ഇന്റർ കാലറി മെരിസ്റ്റം ഫൗണ്ട് ചെയ്യുന്നത്. ലീവ്സിന്റെ ബേസ് ഓഫ് ദ ലീവ്സ് ഓർ ഇന്റർ നോട്ട്സിൽ ഇവിടെയാണ് നമ്മുടെ ഇന്റർ കാലറി മെരിസ്റ്റം ഫൗണ്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റ് കൂടെ നോക്കുക. 17ാമത്തെ ചോദ്യം, ഡെഫിഷ്യൻസി ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡ് മേ ലീഡ് ടു. 17, ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ ഡെഫിഷ്യൻസി കാരണം എന്താണ് ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് ചോദ്യം. ഡെഫിഷ്യൻസി ഓഫ് ഗ്ലൂക്കോസ് ഇൻ ബ്ലഡില് ഗ്ലൂക്കോസിന്റെ ഡെഫിഷ്യൻസി കാരണം എന്തുണ്ടാവാൻ പറ്റും? കോമയാവാൻ സാധ്യതയുണ്ട് എന്നാണ് ഓപ്ഷൻ പറയുന്നത്. ഓപ്ഷൻ ഫീവർ, ജോണ്ടിസ്, അലർജി. ഈ ഓപ്ഷനിൽ നമുക്ക് ഓപ്ഷൻ ബി കോമയാണ് പറയാൻ പറ്റുന്നത്. 18, എ ഫുഡ് വെബ് കൺസിസ്റ്റ് ഓഫ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, വൺ ഫുഡ് ചെയിൻ, ഇന്റർ കണക്റ്റഡ് ഫുഡ് ചെയിൻസ്, ഓൺലി പ്രൊഡ്യൂസേഴ്സ്, ഓൺലി കൺസ്യൂമേഴ്സ്. ആക്ച്വലി ഫുഡ് വെബ് സ്ഥിരമായിട്ട് വരാറുള്ള ചോദ്യമാണ്. ഫുഡ് വെബുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് മിക്കവാറും എപ്പോഴും കാണാറുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഫുഡ് വെബ് കൺസിസ്റ്റ് ഓഫ് ഡാഷ് എന്നാണ്. ഫുഡ് വെബിൽ എന്തൊക്കെയാണ് കൺസിസ്റ്റ് ചെയ്യുന്നത്? റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഇന്റർ കണക്റ്റഡ് ഫുഡ് ചെയിൻസ്. ഫുഡ് ചെയിനുകൾ ചേർന്നാണ് ഫുഡ് വെബ് ഉണ്ടാക്കുന്നത്. കണക്റ്റഡ് ആയിട്ടുള്ള, അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ചെയിനുകൾ ചേർന്നിട്ടാണ് ഫുഡ് വെബ് ഉണ്ടായിരിക്കുന്നത്. 19, CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺസ് മെയിൻലി ഡാമേജ്. ഇത് നമ്മൾ എപ്പോഴും പറയാനുള്ള പേരാ CFC അല്ലെങ്കിൽ ക്ലോറോ ഫ്ലൂറോ കാർബൺ. എവിടെയാണ്, എന്തിനെയാണ് ഡാമേജ് ചെയ്യുന്നത്? ഓസോൺ ലെയറിനെ ഡാമേജ് ചെയ്യുന്ന മെയിൻ സബ്സ്റ്റൻസുകളാണ് CFCs. നമ്മൾ റെഫ്രിജറന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സബ്സ്റ്റൻസുകളായിരുന്നു CFC, ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ. അപ്പൊ അത് മെയിൻലി ഡാമേജ് ചെയ്യുന്ന ഓസോൺ ലെയറിനെയാണ്. 20ാമത്തെ ചോദ്യം, ഓസോൺ ലെയർ പ്രൊട്ടക്ട്സ് എർത്ത് ഫ്രം. ഓസോൺ ലെയർ എർത്തിനെ എന്തിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു? UV റേസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുന്നു. എളുപ്പമുള്ള കാര്യമാണ് അല്ലെ. ഓസോൺ ലെയർ എന്ന് പറയുന്നത് എർത്തിന്റെ ഏത് ലെയറിലാണ് ഓസോൺ ലെയർ വരുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് കേട്ടോ. എർത്തിന് അറ്റ്മോസ്ഫിയറിന് പല ലെയേഴ്സ് ഉണ്ട്. അതിലെ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ ലെയർ കാണപ്പെടുന്നത്. UV റേസിൽ നിന്നും പ്രിവെന്റ് ചെയ്യുക, അതിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുക എർത്തിനെ എന്നുള്ളതാണ് ഓസോൺ ലെയറിന്റെ ധർമ്മം എന്ന് പറയുന്നത്.
ഇനി ബയോമാഗ്നിഫിക്കേഷൻ മീൻസ്, ബയോമാഗ്നിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ബയോളജി എന്ന് തന്നെ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ബയോമാഗ്നിഫിക്കേഷൻ എന്ന് വെച്ചാൽ എന്താണെന്നാണ് ചോദ്യം. ബയോമാഗ്നിഫിക്കേഷൻ ഓപ്ഷൻ ഡി ഇൻക്രീസ് ഇൻ പൊല്യൂട്ടന്റ് കോൺസെൻട്രേഷൻ എലോങ് ഫുഡ് ചെയിൻ. അതായത് ഫുഡ് ചെയിൻ പഠിക്കുമ്പോഴാണ് ഈ ബയോമാഗ്നിഫിക്കേഷൻ പ്രോസസ്സ് പറയുന്നത്. ഒരു ഫുഡ് ചെയിനിൽ ഏതെങ്കിലും ഒരു പൊല്യൂട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ചെറിയ അംശത്തിൽ കയറും. അത് ഓരോ ട്രോഫിക് ലെവലിൽ നിന്ന് മുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ കോൺസെൻട്രേഷൻ കൂടി വളരെ ഡേഞ്ചറസ് ആയിട്ട് മാറുന്ന ഒരു ഫിനോമിനെ വിളിക്കുന്ന പേരാണ് ബയോമാഗ്നിഫിക്കേഷൻ. അതായത് ഒരു പൊല്യൂട്ടന്റ് സബ്സ്റ്റൻസ് ചെറിയ അളവിൽ ഏതെങ്കിലും ഒരു ഫുഡ് ചെയിനിൽ ഒരു ട്രോഫിക് ലെവലിൽ കയറിയിട്ട് അടുത്ത ലെവലിലേക്ക് കയറുമ്പോൾ അതിന്റെ വാല്യൂ വളരെയധികം കൂടി, അതിന്റെ കോൺസെൻട്രേഷൻ കൂടി വളരെയധികം ഡാമേജ് ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബയോമാഗ്നിഫിക്കേഷൻ. 22ാമത്തെ ചോദ്യം, ഓക്സിജൻ എൻറ്റേഴ്സ് ബ്ലഡ് ഇൻ ലങ്സ് മെയിൻലി ഡ്യൂ ടു. ഓക്സിജൻ എൻറ്റേഴ്സ് ബ്ലഡ് ഇൻ ലങ്സ് മെയിൻലി ഡ്യൂ ടു എന്നാണ് ചോദ്യം. എന്താണ് റൈറ്റ് ആൻസർ? ബ്ലഡ്, നേരത്തെ പറഞ്ഞതുപോലെ ഓക്സിജൻ ലങ്സിൽ എൻറ്റേഴ്സ് ബ്ലഡ് ഇൻ ലങ്സ് മെയിൻലി ഡ്യൂ ടു ഡിഫ്യൂഷൻ വഴിയാണ്. ലങ്സിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്താണ്. നമുക്കറിയാം, നിങ്ങൾ പിന്നെ ലങ്സിന്റെ ഒക്കെ വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ബ്ലഡ് ഡിഫ്യൂസ് ചെയ്താണ് ഒരു ലെയറിന്റെ ഇടയിലൂടെയാണ് കയറി വരുന്നത്. അപ്പൊ ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ആൻസർ എ ഡിഫ്യൂഷൻ ആണ്. 22 ഓപ്ഷൻ എ ഡിഫ്യൂഷൻ. ഓക്കെ. 23ാമത്തെ ചോദ്യം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിസ്റ്റൻസ്, സ്പീഡ്, ഗ്രാഫ് ആൻഡ് ഗാൽവനൈസേഷൻ. ഈ 3 കാര്യങ്ങളാണ് ഈ ഒരു പേജിൽ വരുന്നത്. 23ാമത്തെ ചോദ്യം, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഡിപ്പെൻഡ്സ് അപ്പോൺ. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. സ്പീഡ് ഓഫ് ലൈറ്റ്, ഡെൻസിറ്റി ഓഫ് മീഡിയം, കളർ ഓഫ് ഒബ്ജക്ട്, ടെമ്പറേച്ചർ ഉള്ളി. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്നത് മെയിൻലി ഡെൻസിറ്റി ഓഫ് മീഡിയം, മീഡിയത്തിന്റെ ഡെൻസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി. നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ വാക്വം divided by speed of light in that medium. Speed of light in that medium. ഏത് മീഡിയം ആണ് കൺസിഡർ ചെയ്യുന്നത്, ആ മീഡിയത്തിലുള്ള സ്പീഡ്. ഇങ്ങനെയാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അത് മെയിൻലി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടി ആണ്. ഒരു ഒബ്ജക്റ്റിലൂടെ ലൈറ്റ് എന്തുമാത്രം വേഗതയിൽ കടന്നു പോകും എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്ത ഒരു മീഡിയത്തിന്റെ പ്രോപ്പർട്ടിയാണ് ആക്ച്വലി റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. നമ്മളത് N എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. നമ്മൾ റിഫ്രാക്ഷന്റെ സെക്കൻഡ് ലോയിൽ പറയുന്നത് അതാണ് അല്ലെ, സൈൻ ഐ divided by sin r is a constant. ആ കോൺസ്റ്റന്റിനെയാണ് നമ്മൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം എന്ന പേരിൽ വിളിക്കുന്നത്. ഈ ലോയെ വിളിക്കുന്ന പേരുണ്ട് സ്നെൽസ് ലോ. സ്നെൽസ് ലോ എന്ന പേരിൽ നമ്മൾ ഈ ലോയെ വിളിക്കാറുണ്ട്. 24ാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. 24th ക്വസ്റ്റ്യൻ, സ്ലോപ്പ് ഓഫ് എ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. നമ്മൾ ഗ്രാഫുകൾ പഠിക്കാറുണ്ട് അല്ലെ. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് ആലോചിക്കുന്നത്. സ്ലോപ്പ് ചോദിക്കുകയാണെങ്കിൽ ഡിസ്റ്റൻസ് ബൈ ടൈം. എന്താ സ്ലോപ്പ് ചോദിച്ചാൽ ഡിസ്റ്റൻസ് ബൈ ടൈം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഡിസ്റ്റൻസ് ബൈ ടൈം എന്താണ്? സ്പീഡ്. അങ്ങനെ നോട്ട് ചെയ്താൽ കേട്ടോ. അപ്പൊ സ്ലോപ്പ് ചോദിച്ചാൽ ഡിവൈഡഡ് ബൈ ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് അതാണ് ഉത്തരം. അപ്പം സ്പീഡ് ആണ് ഇവിടുത്തെ ഉത്തരം. ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ബൈ ടൈം, ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ്. ഇനി ഏരിയ അണ്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ചോദിക്കാം. ഒരു ഗ്രാഫിന്റെ ഏരിയ ഇപ്പൊ ഇങ്ങനെ വന്നിരിക്കുന്ന ഗ്രാഫിന്റെ ആ താഴെ ഇരിക്കുന്ന ഏരിയ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കാം. ഇങ്ങനെ 2 തരത്തിലാണ് മെയിൻ ആയിട്ടും ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട് എളുപ്പത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ഇനി ഇതുപോലെ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ കാര്യമാണ് പറഞ്ഞത്. ഇനി വെലോസിറ്റി അല്ലെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ ഇങ്ങനെയാണ് ചോദ്യമെങ്കിലോ, വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് എന്ത് തരും എന്ന് ചോദിച്ചാൽ, അപ്പൊ വെലോസിറ്റി ബൈ ടൈം, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം എന്താ? ആക്സലറേഷൻ കേട്ടോ. അപ്പൊ അതും കൂടെ ഓർത്തോളൂ. അപ്പൊ 2 ചോദ്യങ്ങളാണ്. ഡിസ്റ്റൻസ് ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് സ്പീഡ് കിട്ടും. വെലോസിറ്റി ടൈം ഗ്രാഫിന്റെ സ്ലോപ്പ് കണ്ടുപിടിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ആക്സലറേഷൻ കിട്ടും. ഇത് 2 ഓർക്കുക. ഇനി സ്ലോപ്പ് മാത്രമല്ല ഏരിയ അണ്ടർ എന്ന രീതിയിലും കൂടി പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ്.
ഏരിയ അണ്ടർ വെലോസിറ്റി ടൈം ഗ്രാഫ് എന്ത് കിട്ടും, ഏരിയ അണ്ടർ ഡിസ്റ്റൻസ് ടൈം ഗ്രാഫ് എന്ത് കിട്ടും, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. 25 ഗാൽവനൈസേഷൻ പ്രൊട്ടക്ട്സ് അയൺ ബൈ കോട്ടിംഗ് ഇറ്റ് വിത്ത്. ഗാൽവനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സിങ്ക് വെച്ച് കോട്ട് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് സിങ്ക് വെച്ച്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, സിങ്ക്, കോട്ടിംഗ് ഇറ്റ് വിത്ത് സിങ്ക്. അടുത്ത ചോദ്യം മോളിക്കുലാർ മാസ് ആൻഡ് ഇലക്ട്രിക് എനർജി. മോളിക്കുലാർ മാസ് ഓഫ് ഓക്സിജൻ ഗ്യാസ് ഇസ്. മോളിക്കുലാർ മാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്സിജൻ എപ്പോഴും ഡൈ അറ്റോമിക് ആയിട്ടാണ്, ഓക്സിജൻ എപ്പോഴും ഡൈ അറ്റോമിക് O2 ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അതിന്റെ മോളിക്കുലാർ മാസ് ആലോചിച്ചു. ഓക്സിജൻ അറ്റോമിക് നമ്പർ അറിയുന്നവര്, അറ്റോമിക് നമ്പർ ഓഫ് ഓക്സിജൻ എത്രയാണ്, ഓക്സിജൻ 8 ആണ്. അതുകൊണ്ട് തന്നെ അതിന്റെ മാസ് നമ്പർ 16 ആണ്. അപ്പൊ 2 ഓക്സിജൻ ആകുമ്പോൾ 32, 16 × 2 32 ഓക്സിജൻ. ഓപ്ഷൻ സി ആണ്, ഓപ്ഷൻ സി ശരി ഉത്തരം. ഓക്കെ, അറ്റോമിക് നമ്പേഴ്സ് 1 മുതൽ 20 വരെ മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഉറപ്പായിട്ടും അതിനകത്തൊന്നും ഉപയോഗം വരും. ഇത് തന്നെ നമുക്ക് അറ്റോമിക് നമ്പർ അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റിയത്. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജിയുടെ SI യൂണിറ്റ്, എനർജി എന്ന് കണ്ടാൽ തന്നെ ജൂൾ, എനർജിയുടെ യൂണിറ്റ് തന്നെ ജൂൾ ആണ്, വേറെ സംശയമൊന്നും വേണ്ട. എനർജിയുടെ യൂണിറ്റ്, വാട്ട് എന്തിന്റെ യൂണിറ്റാ, പവറിന്റെ യൂണിറ്റ് ആണ്. വാട്ട് പവറിന്റെ യൂണിറ്റ് ആണ്. വോൾട്ട് പൊട്ടൻഷ്യൽ എനർജി, സോറി പൊട്ടൻഷ്യൽ എനർജി, പൊട്ടൻഷ്യൽ എനർജി ആണ്. സോറി വോൾട്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ്, സോറി പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് ആണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ന്യൂട്ടൺ അതിന്റെ യൂണിറ്റ് ആണ്, ഫോഴ്സിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ അതൊന്നും കൺഫ്യൂഷൻ ഉണ്ടാവണ്ട. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. വർക്ക് ഡൺ ഇലക്ട്രിക് കറന്റ് ആൻഡ് സൗണ്ട്. വർക്ക് ഡണ്ണിന്റെ ചോദ്യം. വർക്ക് ഡൺ ഈസ് വെൻ ഡാഷ് ഫോഴ്സ് ആക്ട് വിത്തൗട്ട് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പ്ലേസ്മെന്റ് ഇല്ലെങ്കിൽ അവിടെ വർക്ക് നടക്കത്തില്ല. കാരണം വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു കോസ് തീറ്റ. ഇതാണ് ഇക്വേഷൻ. വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ഇൻറ്റു കോസ് തീറ്റ. തീറ്റ എന്ന് പറയുന്നത് ഫോഴ്സിന്റെയും ഡിസ്പ്ലേസ്മെന്റിന്റെയും ഇടയിൽ വരുന്ന ആംഗിൾ ആണ് തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഫോഴ്സ് കോസസ് ഡിസ്പ്ലേസ്മെന്റ്, ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. ഫോഴ്സ് ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ഡൺ ഉണ്ടാവും. സ്പീഡ് ഇൻക്രീസസ്, ഇങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. വെലോസിറ്റി ബിക്കംസ് സീറോ, അതും പറയുന്നില്ല. സോ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. വർക്ക് ഈസ് ഡൺ വെൻ ഫോഴ്സ് കോസസ് ഡിസ്പ്ലേസ്മെന്റ്. 29ാമത്തെ ചോദ്യം. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് ഈസ്. SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ്, SI യൂണിറ്റ് ഓഫ് ഇലക്ട്രിക് കറന്റ് എന്താണ്? SI യൂണിറ്റ്, ഇലക്ട്രിക് കറന്റിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് ഏതാണ്? വോൾട്ട് ആണോ, ആംപിയർ ആണോ, വാട്ട് ആണോ, ഓം ആണോ? ആംപിയർ, ഓപ്ഷൻ ബി ആംപിയർ ആണ്. കാരണം വോൾട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്ന് നമ്മൾ പറഞ്ഞു, വാട്ട് പവർ ആണെന്ന് പറഞ്ഞു, ഓം എന്തിന്റെയാണ്? റെസിസ്റ്റൻസിന്റെ ആണ്. ഓം റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ്. ഓം റെസിസ്റ്റൻസിന്റെ. SI യൂണിറ്റ്സ് എന്ന് ചോദ്യം എപ്പോഴും കാണാറുണ്ട്. ഉറപ്പായിട്ടും SI യൂണിറ്റ്സ് അറിയാതൊന്നും പോകരുത്. എല്ലാ SI യൂണിറ്റ്സ്, ഫണ്ടമെന്റൽ യൂണിറ്റ്സ് അറിയണം, ഡെറൈവ്ഡ് യൂണിറ്റ്സ് എല്ലാം അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സൗണ്ട് വേവ്സ് സൗണ്ട് വേവ്സ് എന്ത് തരത്തിലുള്ള വേവ് ആണെന്നാണ് ചോദിച്ചത്. ഇലക്ട്രോമാഗ്നറ്റിക്, ലോഞ്ചിറ്റ്യൂഡിനൽ, ട്രാൻസ്വേഴ്സ്, സ്റ്റേഷനറി. ഇലക്ട്രോമാഗ്നറ്റിക് അല്ല, ലോഞ്ചിറ്റ്യൂഡിനൽ ആണ്. ട്രാൻസ്വേഴ്സും അല്ല, സ്റ്റേഷനറി അല്ല. ഓപ്ഷൻ ബി ആണ് ലോഞ്ചിറ്റ്യൂഡൽ. അപ്പൊ സൗണ്ട് വേവ്, ഈ കാര്യം കൂടെ നോക്കുക. സൗണ്ട് വേവ് എന്ന് പറയുന്നത് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്, ലോഞ്ചിറ്റ്യൂഡിനൽ വേവ് ആണ്. ഇനി മെക്കാനിക്കൽ വേവ് എന്ന് ചോദിച്ചാൽ അതും ഉണ്ടായിരുന്നു, അതുണ്ടെങ്കിൽ അതും ശരിയായിരുന്നു, മെക്കാനിക്കൽ വേവ്. ഇനി ലൈറ്റ് വേവ് എന്ന് ചോദിച്ചാൽ ലൈറ്റ് വേവ് ട്രാൻസ്വേഴ്സ് വേവ് ആണ്, ട്രാൻസ്വേഴ്സ് വേവ് ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആണ്, ഇലക്ട്രോമാഗ്നറ്റിക്. അത് ലൈറ്റിന്റെ എക്സാമ്പിൾ ആണ്. ലൈറ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് പറയാം സൗണ്ട് വേവ് ലോഞ്ചിറ്റ്യൂഡിനലും മെക്കാനിക്കലും ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അടുത്ത ചോദ്യം 31. എലമെന്റ്സ് ഇൻ ദ സെയിം ഗ്രൂപ്പ് ഹാവ്. പീരിയോഡിക് ടേബിളുമായിട്ട് ബന്ധപ്പെട്ടാണ്. സെയിം ഗ്രൂപ്പ്, ഒരേ ഗ്രൂപ്പിൽ. നമ്മൾ പീരിയോഡിക് ടേബിളിലുള്ള വെർട്ടിക്കൽ കോളംസിനെ വിളിക്കുന്ന പേരാണ് ഗ്രൂപ്പ്സ്, ഗ്രൂപ്പുകൾ. നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളാണ് ഉള്ളത്. അതുപോലെ ഹൊറിസോണ്ടൽ റോസിനെ വിളിക്കുന്ന പേരെന്താ? ഹൊറിസോണ്ടലിലുള്ള റോസിനെ വിളിക്കുന്ന പേര് പീരീഡ്സ് എന്നാണ്. പീരീഡ്സ് എന്നാണ്. എത്ര പീരീഡ്സ് ആണുള്ളത്? 7 പീരീഡ്സ് ആണുള്ളത്. ഇവിടെ ചോദിക്കുന്നത് ഒരേ ഗ്രൂപ്പിൽ എന്തുണ്ടാവും? സെയിം അറ്റോമിക് മാസ് ആണോ? അല്ല, ഒരിക്കലും അല്ല. സെയിം വാലൻസ് ഇലക്ട്രോൺ, ശരിയാണ്. അതായത് ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആയിരിക്കും. അപ്പൊ സെയിം വാലൻസ് ഇലക്ട്രോൺ ആണ് ശരി. സെയിം ന്യൂട്രോൺസ് തെറ്റാണ്, സെയിം ഡെൻസിറ്റി തെറ്റാണ്. അപ്പൊ സെയിം വാലൻസ് ഇലക്ട്രോൺ, വാലൻസി സെയിം ആണ് എന്നുള്ളതാണ് ഒരേ ഗ്രൂപ്പിലുള്ള എലമെന്റ്സിന്റെ പ്രത്യേകത. 32. സ്റ്റെയിൻലെസ് സ്റ്റീൽ റെസിസ്റ്റ് റസ്റ്റിംഗ് ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻസ് എന്നാണ് ചോദ്യം. 32ാമത്തെ ചോദ്യമാണ് നമ്മളായത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ റസ്റ്റിംഗ് റെസിസ്റ്റ് ചെയ്യും. അതിന് കാരണം എന്താണ്? അതിൽ എന്ത് പ്രസന്റ് ആയിട്ടുണ്ട്? ക്രോമിയത്തിന്റെ പ്രസൻസ് ആണ്. ക്രോമിയം, പ്രസൻസ് ഓഫ് ക്രോമിയം. ഓക്കെ, ക്രോമിയം. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം, ക്രോമിയം. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് എന്തിന്റെയൊക്കെ അലോയ് ആണ്? സ്റ്റെയിൻലെസ് സ്റ്റീൽ. സ്റ്റെയിൻലെസ് സ്റ്റീൽ എന്ന് പറയുന്നത് അലോയ് ഓഫ് അയൺ, ക്രോമിയം, ചിലപ്പോൾ നിക്കലും പ്രസന്റ് ആയിട്ടുണ്ടാവും. ഈ 3 കാര്യങ്ങളാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിലുള്ളത് കേട്ടോ.
സ്റ്റെയിൻലെസ് സ്റ്റീൽ. ഇനി ഇതുപോലെ രണ്ട് അലോയ്സ് കൂടെ പറയാം, ബ്രാസ്, ബ്രോൺസ്. ഇത് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ് ഇത് പറയുന്നത്. ബ്രാസ് എന്തിന്റെയൊക്കെ അലോയ് ആണ്? ബ്രാസ് എന്ന് പറയുന്നത് കോപ്പറും സിങ്കും, കോപ്പറും സിങ്കും ആണ് ബ്രാസ്. ഇനി ബ്രോൺസ് എന്ന് പറയുന്നത് എന്താണ്? കോപ്പറും ടിന്നുമാണ് കേട്ടോ. കോപ്പറും ടിന്നുമാണ് ബ്രോൺസ്. ടിന്ന് എസ് എന്നാണ് സിമ്പിൾ വരുന്നത്. അപ്പൊ ബ്രാസും ബ്രോൺസും ഇത് എന്തിന്റെയൊക്കെ അലോയ് ആണെന്ന് ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. 33ാമത്തെ ചോദ്യം, എ സസ്പെൻഷൻ ഈസ്. എന്താണ് സസ്പെൻഷൻ എന്ന് പറയുന്നത്? സൊല്യൂഷൻ, സസ്പെൻഷൻ, മിക്സ്ചേഴ്സ്, ഇതെല്ലാം നമ്മൾ പഠിക്കാറുള്ളതാണ്. സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താ? സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഇറ്റ് ഇസ് എ ഹെറ്ററോജീനിയസ് മിക്സ്ചർ, ഹോമോജീനിയസ് അല്ല. അതായത് ഹോമോജീനിയസ് ആണെങ്കിൽ അതിനകത്തുള്ള പാർട്ടിക്കിൾസിനെ നമുക്ക് വേർതിരിച്ചറിയാൻ പറ്റുന്നില്ല. പക്ഷെ ഹെറ്ററോജീനിയസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്തുള്ള ഡിഫറെന്റ് ഫേസസിനെ നമുക്ക് വേർതിരിച്ച് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് ഹെറ്ററോജീനിയസ് മിക്സ്ചർ എന്നുള്ളത് ടിക്ക് ചെയ്തത്. ഓക്കെ, അപ്പൊ ഹെറ്ററോജീനിയസ് മിക്സ്ചറിന്റെ അല്ലെങ്കിൽ സസ്പെൻഷന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് നേരിട്ട് അതിനകത്തുള്ള പാർട്ടിക്കിൾസിനെ വിസിബിൾ ആയിട്ട് തിരിച്ചറിയാൻ പറ്റും. അതിനകത്തുള്ള പാർട്ടിക്കിൾസിനെ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റും. അതേസമയം ഹോമോജീനിയസ് മിക്സ്ചർ ആയിരുന്നെങ്കിൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ലായിരുന്നു. അത് ഒരിക്കലും സെറ്റിൽ, അതായത് മിക്സ് ആയി ഒരേ ഫേസിൽ തന്നെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നിൽക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ ഒരു സസ്പെൻഷന്റെ എക്സാമ്പിൾ വെച്ച് കഴിഞ്ഞാൽ മഡ് വാട്ടർ ഒരിക്കലും കംപ്ലീറ്റ്ലി അല്ലാതെ സോള്യൂബിൾ ആയിട്ട് ഡിസോൾവ് ആയി ഒരേ ഫേസിൽ ഇരിക്കില്ല. അതുകൊണ്ട് നമുക്ക് അതിനൊരു എക്സാമ്പിൾ എന്ന രീതിയിൽ പറയാൻ പറ്റും. 34, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സസ്പെൻഷൻ? സസ്പെൻഷൻ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്, മഡി വാട്ടർ. സോൾട്ട് സൊല്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് ഡിസോൾവ് ചെയ്യാൻ നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല. മിൽക്ക് എന്ന് പറയുന്നത് ഒരു എമൽഷൻ ആണ്, അല്ലെങ്കിൽ കൊളോയിഡിന്റെ രൂപത്തിൽ വരുന്നതാണ്, കൊളോയിഡ് ആണ്. ഷുഗർ സൊല്യൂഷനും ഒരു സൊല്യൂഷൻ ആണ്, സൊല്യൂഷൻ എന്ന് തന്നെ പറയുന്നുണ്ട് അല്ലെ, സോൾട്ട് സൊല്യൂഷൻ എന്ന് തന്നെ പറയുന്നുണ്ട്. മിൽക്ക് ഒരു കൊളോയിഡ് ആണ്. അപ്പൊ മഡി വാട്ടർ ആണ് ശരി ഉത്തരം വരുന്നത്. ഓക്കെ, അടുത്തത് ഫുഡ് ചെയിൻ, സ്കാറ്ററിംഗ് ആൻഡ് ഡിസ്പെർഷൻ. ഗ്രാസ് ഒക്കുപ്പൈസ് വിച്ച് ട്രോഫിക് ലെവൽ എന്നാണ് ചോദിച്ചത്. ഫുഡ് ചെയിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഗ്രാസ് ഏത് ഫുഡ് ചെയിനിൽ ഏത് ട്രോഫിക് ലെവലിലാണ്? ഏറ്റവും സ്റ്റാർട്ടിംഗ് ലെവലിലാണ്. അതുകൊണ്ട് ഫസ്റ്റ് ലെവൽ. ഗ്രാസ് ഒരു പ്രൊഡ്യൂസർ ആണ്. സ്വന്തമായിട്ട് ആഹാരം റെഡിയാക്കുന്നതാണ് അല്ലെ. സൂര്യപ്രകാശത്തിൽ നിന്ന് ആഹാരം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആണ്, ഫോട്ടോസിന്തസിസ് വഴി ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഗ്രാസ് ഒരു പ്രൊഡ്യൂസർ ആണ്. അതുകൊണ്ട് തന്നെ അത് ഫസ്റ്റ് ട്രോഫിക് ലെവലിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, ബ്ലൂ കളർ ഓഫ് സ്കൈ ഈസ് ഡ്യൂ ടു. സ്കൈയുടെ ബ്ലൂ കളറിന് കാരണം സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റ്. ലൈറ്റിന്റെ സ്കാറ്ററിംഗ് വെച്ചിട്ടാണ് ബ്ലൂ കളർ ഓഫ് സ്കൈ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ബ്ലൂ കളർ ഓഫ് സ്കൈ എക്സ്പ്ലെയിൻ ചെയ്ത സയന്റിസ്റ്റ് ആണ് ലോർഡ് റെയ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ബ്ലൂ കളർ ഓഫ് സ്കൈ എക്സ്പ്ലെയിൻ ചെയ്തത്. ബ്ലൂ കളർ ഓഫ് സീ എക്സ്പ്ലെയിൻ ചെയ്തത് സി വി രാമൻ. ഇന്ത്യയിൽ നിന്ന് ഫിസിക്സിന് നോബൽ പ്രൈസ് കിട്ടുന്ന ആദ്യ വ്യക്തി 1930 സി വി രാമനാണ് നോബൽ പ്രൈസ് കിട്ടുന്നത്. ബ്ലൂ കളർ ഓഫ് സ്കൈ ലോർഡ് റെയ്ലി, ബ്ലൂ കളർ ഓഫ് സീ എക്സ്പ്ലെയിൻ ചെയ്തത് സി വി രാമൻ. രണ്ടും സ്കാറ്ററിംഗ് ഓഫ് ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ട ഫിനോമിനൻസ് ആണ്. 37ാമത്തെ ചോദ്യം, white light split into 7 colors due to. white light 7 colors ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട്? ആ ഫിനോമിനനെ വിളിക്കുന്ന പേരാണ് ഡിസ്പേർഷൻ ഓഫ് ലൈറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ ബെൻഡ് ചെയ്യുന്ന കളർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയലറ്റ്. മോസ്റ്റ് ബെൻഡിങ് ഏറ്റവും കൂടുതലുള്ള വയലറ്റ്. ലീസ്റ്റ് ആണെങ്കിൽ റെഡ് ആണ് ലീസ്റ്റ് ബെൻഡിങ് നടക്കുന്ന കളർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. വിബ്ജിയോർ നിങ്ങൾക്ക് അറിയാം, 7 കളേഴ്സ് എന്ന് പറയുന്നു. വിബ്ജിയോർ 7 കളറുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതായിരിക്കാം. അടുത്ത കൈനറ്റിക് എനർജി ഡിപ്പെൻഡ്സ് ഓൺ. കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ അറിയാമെങ്കിൽ ഇതിന്റെ ഉത്തരവായി K = ½ mv². മാസിനെ ഡിപ്പെൻഡ് ചെയ്യും, വെലോസിറ്റിയെ ഡിപ്പെൻഡ് ചെയ്യും. എന്താണ്? മാസ് ഓൺലി തെറ്റ്, വെലോസിറ്റി ഓൺലി തെറ്റ്. മാസ് ആൻഡ് വെലോസിറ്റി. കൈനറ്റിക് എനർജി ½ mv². 39ാമത്തെ ചോദ്യം, ഡിസ്പ്ലേസ്മെന്റ് ഈസ് എന്നാണ് ചോദിച്ചത്. ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെന്റ് തമ്മിൽ വ്യത്യാസം എന്താ? ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇനിഷ്യൽ ആൻഡ് ഫൈനൽ പൊസിഷൻ. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്, ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിനെയാണ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് വിളിക്കുന്നത്. 39 ചോദ്യം. 40ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ്ലി മാച്ച്ഡ്? കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്. ഗാൽവനൈസേഷൻ എന്ന് വെച്ചാൽ കോപ്പർ കോട്ടിംഗ് ആണോ? അല്ല, സിങ്ക് കോട്ടിംഗ് ആണ്. അപ്പൊ ഇതല്ല. ബയോ മാഗ്നിഫിക്കേഷൻ, ഇൻക്രീസ് ഓഫ് പൊള്യൂട്ടൻസ് അലോങ് ഫുഡ് ചെയിൻ. ശരിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഓസോൺ കോസസ് ആസിഡ് റെയിൻ. അല്ല.
ഡെൻഡ്രൈറ്റ്സ് പമ്പ് ബ്ലഡ്, അതുമല്ല, ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അപ്പൊ നമ്മൾ ഇത്രയും നേരമായിട്ട് നമ്മൾ റെയിൽവേ RRB ഗ്രൂപ്പ് ഡിയുടെ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി എക്സാംസിന് പോകുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയിരിക്കും, ഇത് നോക്കിയിട്ട് തന്നെ പോവുക. മാത്രമല്ല, നിങ്ങൾ എക്സാം എഴുതി കഴിഞ്ഞിട്ട് ആണെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ മറ്റു ഷിഫ്റ്റുകളിൽ നിങ്ങൾക്ക് വന്ന ചോദ്യങ്ങൾ കമന്റ് ചെയ്യുക. പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് തീർച്ചയായിട്ടും അത് യൂസ്ഫുൾ ആവും. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പൊ ഈ വീഡിയോ പ്രോപ്പർ ആയിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അതുപോലെ തന്നെ SSC റെയിൽവേ എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ദിശ അക്കാഡമിയോട് ചേർന്ന് നിങ്ങൾക്ക് ഓൺലൈൻ കോഴ്സിലോ ഓഫ്ലൈൻ ആയിട്ടോ പ്രിപ്പയർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഓൺലൈൻ കോഴ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഓഫ്ലൈൻ സെന്റേഴ്സ് ദിശയ്ക്ക് കൊട്ടാരക്കര, ട്രിവാൻഡ്രം, കൊല്ലം, അതുപോലെ കോഴിക്കോട്, തൃശ്ശൂർ ഇത്രയും സ്ഥലങ്ങളിൽ അവൈലബിൾ ആണ്. ഈ സ്ഥലങ്ങളിലെ കോൺടാക്ട് നമ്പേഴ്സ് നിങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്, താഴെ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ്. കോൺടാക്ട് ചെയ്ത് പ്രോപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്യണം, വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളവർക്ക് അത്തരത്തിൽ പ്രിപ്പയർ ചെയ്യാം. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.